നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പലതുകൊണ്ടും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട സംസ്ഥാനമാണ് കേരളമെന്ന് നമ്മളേവരും പറയാറുണ്ട്. ഒട്ടൊക്കെ അത് സത്യവുമാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പല സംസ്ഥാനങ്ങളെയും കടത്തിവെട്ടിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷമായി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷം വിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യരംഗത്തെയും പുരോഗതികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മറ്റ് സംസ്ഥാനത്തേക്കാൾ മെച്ചമാണ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസപരമായി കേരളത്തിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അക്കാര്യത്തിലൊരു സംശയമില്ല. കേരളത്തിലേറെ പേരും വിദ്യാഭ്യാസം സിദ്ധിച്ചവരാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ശരിയുമാണ്. എന്നാൽ ആ വിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യരംഗത്തെയും ഒക്കെ പുരോഗതി സത്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വാഗ്ദാനമോ ഇടതുപക്ഷത്തിൻ്റെ ചെയ്തികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമോ ഒന്നുമല്ല. നേരത്തെ മുതൽ തന്നെ രാജഭരണകാലത്ത് തന്നെ വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട മണ്ഡലങ്ങൾ തന്നെയായിരുന്നു. അതിൻ്റെ ബാക്കിയായി തുടർച്ചയായി വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ കാണുന്നതെല്ലാം തന്നെ എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളെല്ലാം തന്നെ കേരളത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ മേന്മ കേരളത്തിന് കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, സാംസ്കാരിക രംഗത്തുണ്ടായിരുന്ന ഉണർവുകളെ കുറിച്ചാണ്. സാംസ്കാരിക രംഗത്ത് ഏറെ മുന്നോക്കം പോയി എന്ന് നാം അവകാശപ്പെടുമ്പോഴും സാംസ്കാരിക രംഗത്ത് ഇടതുപക്ഷമുണ്ടാക്കിയ നറേറ്റീവുകളാണ് പലപ്പോഴും പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇത്തരം നറേറ്റീവുകൾ പുറത്തു വന്ന് പലപ്പോഴും സാംസ്കാരിക രംഗം മൊത്തം കൈയടക്കിയിരുന്നത് ഇടതുപക്ഷക്കാരാണ്. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്നത് എന്താണ്? ന്യൂനപക്ഷ പ്രീണനം മാത്രമാണ്. എവിടെയും കാണാൻ കഴിയുന്നതും ന്യൂനപക്ഷ പീഡനമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ബലവും ന്യൂനപക്ഷമാണ് എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷത്തെ തഴയുകയും അവരുടെ ആചാരങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തെ നാം കണ്ടു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച, മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി, UP-യിലെ കുംഭമേളയുമായി ബന്ധപ്പെട്ട വൈറലായ പെൺകുട്ടി മോനിക്ക ഭോസ്ലെ, ആ പെൺകുട്ടിയെ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒരു വിവാഹം കഴിപ്പിച്ചു. എന്നാൽ ആ വിവാഹത്തിലൂടെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് ശിവൻകുട്ടി അടക്കമുള്ളവർ. ശിവൻകുട്ടി നിയമത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശിവൻകുട്ടി ഇത് കേസായി വരുമ്പോൾ, ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്, ആ കേസ് മുന്നോട്ട് പോകുമ്പോൾ ശിവൻകുട്ടി ഇനിയും ജയിച്ചാൽ പോലും രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ സർക്കാരിൻ്റെ രേഖകൾ പ്രകാരം ഈ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് എന്ന് മാത്രമല്ല, ഈ പെൺകുട്ടി ST വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി കൂടിയാണ്. അപ്പോൾ ക്രൈം കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ST വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ ഒരു ലവ് ജിഹാദാണ് എന്ന ആരോപണം നേരത്തെ തന്നെ കേരളത്തിലെ ഹിന്ദു സംഘടനകളെല്ലാം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഒരു പെൺകുട്ടി കുംഭമേളയിൽ വൈറലാകുന്നു, ആ പെൺകുട്ടി ഏതോ 1-2 സിനിമയിൽ അഭിനയിക്കുന്നു, പെട്ടെന്നൊരാൾ വരുന്നു, ഫർമാൻ എന്ന പേരുള്ള ഒരു മുസ്ലിം വരുന്നു, അയാൾ ഹിന്ദു ആയി മതം മാറാതെ തന്നെ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്നു. ആ വിവാഹത്തിന്റെ സാങ്കേതികത്വം പോലും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? അത് മതേതരത്വത്തിന്റെ മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പെൺകുട്ടിയെ, ആ പെൺകുട്ടിയെ ബലിയാടാക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഇതാണ് മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് 2 പേരും ഹിന്ദു മതസ്ഥരാണെങ്കിൽ മാത്രമേ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ. ഫർമാൻ പറയുന്നത് താൻ മാറിയിട്ടില്ല, ഈ പെൺകുട്ടിയെ മാറ്റിയിട്ടുമില്ല, പെൺകുട്ടി ഹിന്ദു മതസ്ഥയായതുകൊണ്ട് അതിനെ മാറ്റേണ്ട കാര്യമില്ല, പക്ഷെ മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെയും ഇത്തരം ചില മാതൃകകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ നിമിഷ ഫാത്തിമയും അഖില അശോകനുമൊക്കെ ഏത് തരത്തിലാണ് ഇത്തരത്തിലായിപ്പോയത് എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. സർക്കാരും ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളും നൽകിയ പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് കണ്ടതാണ്. എന്നാൽ ആ പെൺകുട്ടികൾ ഇപ്പോൾ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് ലവ് ജിഹാദ് എന്ന വിഷയത്തെപ്പറ്റി നമ്മളേവരും മനസ്സിലാക്കുന്നത്, സംസാരിക്കുന്നത്. ഇവിടെ നോക്കൂ, നേരത്തെയും ഇങ്ങനെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയച്ചതിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അത് പഴയ കോൺഗ്രസ് നേതാവായിരുന്ന, കോൺഗ്രസ് മന്ത്രിയായിരുന്ന, ജലസേചന മന്ത്രിയായിരുന്ന MP ഗംഗാധരനുമായി ബന്ധപ്പെട്ടാണ്. MP ഗംഗാധരൻ പിന്നെ സ്വന്തം മകളെയാണ് വിവാഹം കഴിച്ചു കൊടുത്തത്, മറ്റാരെയുമല്ല. MP ഗംഗാധരൻ അത് ന്യായമായി പറഞ്ഞത് തന്റെ പെൺകുട്ടി, 17 വയസ്സുള്ള പെൺകുട്ടി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും മന്ത്രിസ്ഥാനം തന്നെ ഗംഗാധരനെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. രാജിവെച്ച് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. 1982 മുതൽ 86 വരെ കരുണാകരന്റെ മന്ത്രിസഭയിലെ ജലസേചന മന്ത്രിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് MP ഗംഗാധരൻ. അദ്ദേഹം തന്നെ പ്രായപൂർത്തിയായ മകളെ വിവാഹം കഴിച്ചു നൽകുകയായിരുന്നു. മകളുടെ 17ാമത്തെ വയസ്സിലായിരുന്നു വിവാഹം.
ഏതായാലും ഈ കേസ് ഇത് വലിയ പ്രശ്നമാണ്. ബാലവിവാഹം ഭയങ്കര പ്രശ്നമുള്ള കേസാണ്. ബാലവിവാഹം അംഗീകരിച്ചിട്ടുള്ള സംസ്ഥാനമല്ല നമ്മുടെ സംസ്ഥാനം, ഇന്ത്യയും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ ശിവൻകുട്ടി അടക്കമുള്ളവരുടെ കാർമ്മികത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നത്. ശിവൻകുട്ടി എന്ന് പറയുമ്പോൾ റഹീമുണ്ട്. പക്ഷേ റഹീമിനേക്കാൾ കൂടുതൽ ശിവൻകുട്ടിയാണ് ഈ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ശിവൻകുട്ടിക്കാണ്. കാരണം മന്ത്രി ഇടപെട്ടുകൊണ്ടൊരു വിവാഹം നടത്തുന്നു, അതും ഒരു ക്ഷേത്രത്തിൽ വെച്ച്. വളരെ പെട്ടെന്ന് തന്നെ വിവാഹം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തലേ ദിവസം MP രാജേഷുമായി നടന്ന ഒരു കൂടിക്കാഴ്ചയുടെ ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പ്ലാൻഡ് ആയിരുന്നു. 4 ദിവസം മുമ്പ് ഈ ക്ഷേത്രം ഭാരവാഹികളെ ഈ പെൺകുട്ടിയും ഇവരും ഒക്കെ കണ്ടിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഏതായാലും ഇത്തരം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ പ്രതിരോധത്തിലാകുന്നു ശിവൻകുട്ടി എന്നുള്ളതാണ്. ശൈശവ വിവാഹം കഴിപ്പിക്കുക മാത്രമല്ല, അത് ഒരു ST പെൺകുട്ടിയെ കൂടി വിവാഹം കഴിപ്പിക്കുക വഴി SC/ST അട്രോസിറ്റി ആക്ട് വരെ നിലനിൽക്കാൻ സാധ്യതയുള്ള കേസാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതായാലും പട്ടികജാതി പട്ടികവർഗ പ്രകാരമുള്ള കേസ്, അതുപോലെ വ്യാജ ആധാർ, ഈ പെൺകുട്ടിയുടെ പ്രായം കൃത്യമായ പ്രായം കണക്കാക്കാതെ അല്ലെങ്കിൽ കൃത്യമായ പ്രായം വരുന്ന ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യാതെ വ്യാജ ID ഉണ്ടാക്കി അങ്ങനെ പട്ടികവർഗ യുവതിയെ ലവ് ജിഹാദിൽപ്പെടുത്തി. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഒരു കേസ് കൂടിയാണ്. ഏതായാലും പോക്സോ നിയമപ്രകാരം ശിവൻകുട്ടിയുടെ പേരിൽ കേസ് വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AM ഷംസീർ അടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് AM ഷംസീറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗണപതി മിത്താണെന്ന് അവകാശവാദമൊക്കെ ഉന്നയിച്ചിരുന്നു. അങ്ങനെയൊക്കെ പറയുന്നവരാണ് പെട്ടെന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് ഇവരെല്ലാം ചേർന്നാണ്, AM ഷംസീർ അടക്കമുള്ളവർ ചേർന്നാണ്. ഒരുപക്ഷെ AM ഷംസീർ നേരിട്ട് വന്നിട്ടില്ലെങ്കിലും ഗണപതി മിത്താണെന്ന് അവകാശപ്പെട്ട ആൾ തന്നെയാണ് ക്ഷേത്രത്തിൽ വെച്ച് ഇത്തരത്തിലുള്ളവരെ വിവാഹം കഴിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചതിനപ്പുറത്തേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എങ്ങനെയാണ് അങ്ങനെ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുക? അങ്ങനെ ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നത്, ഗവൺമെന്റിന്റെ മിഷനറികളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ മൊനാലിസ ഭ്രോസ്ലെയുടെ വിവാഹം നടത്തിയത്. എന്തായിരുന്നു ഇതിന്റെ പിന്നിലെന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഏതെങ്കിലും മതമൗലികവാദികളിൽ നിന്ന് പണം വാങ്ങിയിട്ടാണോ ശിവൻകുട്ടി അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള ശ്രമത്തിലേക്ക് തിരിഞ്ഞ്? കാരണം തെരഞ്ഞെടുപ്പ് വരുന്നു, 4 വോട്ടിനും കുറച്ച് കാശിനും വേണ്ടിയാണോ ഈ പെൺകുട്ടിയെ ബലിയാടാക്കിയത് എന്ന സംശയം ന്യായമായും എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ശിവൻകുട്ടി ഇതിന് മറുപടി പറയേണ്ടി വരും. ഏതെങ്കിലും രീതിയിൽ ജയിക്കാനുള്ള സാധ്യതയില്ല. നേമത്തെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അഥവാ മറ്റെന്തെങ്കിലും സംഭവിച്ച് നേമത്ത് നിന്നും അയാൾ ശിവൻകുട്ടി ജയിച്ചാൽ കൂടി തീർച്ചയായും ശിവൻകുട്ടി രാജിവെക്കേണ്ടി വരുമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.